നമസ്കാരം. ലോക്ക്ഡൌണിന് ശേഷം മുന്നോട്ട് എങ്ങനെയെന്ന ഈ സംവാദ പരിപാടിയുടെ ആദ്യഘട്ടം ലോക്ക്ഡൌണിന്റെ രണ്ടാം ഘട്ടത്തിന് തുടക്കത്തിലായിരുന്നു. ഇപ്പോൾ കൂടുതൽ മേഖലകളിലെ ആശയ രൂപീകരണത്തിന് വേദിയൊരുക്കി ഈ ഫോറം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മുന്നിലെ ചിത്രം പൂർണ്ണമായും വ്യക്തമല്ല. ലോക്ക്ഡൌൺ തുടർന്നേക്കാം രാജ്യമാകെ, അതിൽ തന്നെ കൂടുതൽ ഇളവുകൾ വന്നേക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ലോക്ക്ഡൌണിന്റെ ലോക്ക് തുറക്കുമ്പോൾ എങ്ങനെയാകും സാഹചര്യം, അതിൽ നിന്ന് എങ്ങനെയൊക്കെ തിരിച്ചുപിടിക്കാനാകും പഴയ നില, എന്തൊക്കെ ഇടപെടലാണ് ആവശ്യം? ആ ഫോറത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് FMCG-യുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്നുള്ള ചിത്രമാണ് പരിശോധിക്കുന്നത്. ഈ വിഷയത്തിൽ ചേരുന്നത് ശ്രീ അശോക് മാണി, CEO കിച്ചൺ ട്രഷേഴ്സ്, ശ്രീ ജോൺ സൈമൺ, MD ലാസ ഐസ്ക്രീം, ശ്രീ AV അനൂപ്, MD മെഡിമിക്സ്, ഗിരീഷ് ചെറിയിൽ, MD സിസോ എന്നിവരാണ്. ശ്രീ അശോക് മാണി, ഈ വിഷയത്തിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ഇളവുകളിലാണ് രാജ്യം. നമുക്കറിയാം ഏറെക്കുറെ ഇങ്ങനെ തന്നെയായിരിക്കും ഒരുപക്ഷെ കുറച്ച് നാൾ കൂടി പോകേണ്ടി വരിക. സമ്പൂർണ്ണ ലോക്ക്ഡൗൺ രാജ്യത്തിന് താങ്ങാൻ പറ്റില്ല. നമ്മളിപ്പോൾ ജീവനും രക്ഷിക്കണം, അതേസമയം തന്നെ ജീവിതമാർഗവും സംരക്ഷിക്കണം. ഇതാണല്ലോ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ബാലൻസ് രാജ്യം തേടാൻ ശ്രമിക്കുന്നത്. കൂടുതൽ കടകൾ തുറക്കാൻ ഉള്ള ഇളവുകൾ വരുന്നു. ഇത് എന്താണ് യഥാർത്ഥത്തിൽ മാർക്കറ്റിലെ ഒരു സാഹചര്യം ഇപ്പോൾ? ഫുഡ് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയതുകൊണ്ട് റീറ്റെയിൽ ഫംഗ്ഷനിങ് ആയിരുന്നു. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ലിമിറ്റഡ് എമൗണ്ട് ഓഫ് റീറ്റെയിൽ ഷോപ്സ് ആണ് ഓപ്പൺ ആയിട്ടുള്ളത്. വളരെ ചുരുക്കം ആൾക്കാർ, 10 പേര് ഒരു ഔട്ട്ലെറ്റ് എന്ന രീതിയിലാണ് പലരും എൻട്രി അലൗ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ലാർജർ ചാലഞ്ചസ് ഉണ്ട്. നമ്മൾ ഒരു റിമോട്ട് ഐസൊലേഷനിൽ നിന്ന് മാറി ഇപ്പോൾ കടകൾ ഓപ്പൺ ഔട്ട് ചെയ്യുമ്പോഴും ആ സെയിം റെസ്ട്രിക്ഷനിലൂടെ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നു. കൺസംഷനിൽ ഫുഡ് ആയതുകൊണ്ട് ഒരു ലാർജ് ചേഞ്ച് ഉണ്ടായിട്ടില്ല. ഫുഡ് ഒരു എസെൻഷ്യൽ ഐറ്റമാണ്. അതുകൊണ്ട് കൺസംഷൻ കൺസിസ്റ്റൻ്റ് ആയിരുന്നു. ഈ പീരീഡിൽ സപ്ലൈ ചെയിനിലെ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഇൻ്റർസ്റ്റേറ്റിൽ നിന്നുള്ള കേരളയിലെ ഫുഡ് മാനുഫാക്ചറിങ്ങിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ സപ്ലൈ ചെയിൻ ഇക്കോസിസ്റ്റം ഇന്ന് കേരളയിൽ പ്രിവലൻ്റ് അല്ല. അത് പുറത്തുനിന്നുള്ള സ്റ്റേറ്റ്സിൽ നിന്ന് വരണം. അതിൻ്റേതായ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് മാറുമ്പോൾ ഈ ടഫ് ഘട്ടത്തിൽ നിന്ന് മാറുമ്പോൾ നമുക്കൊരു സപ്ലൈ ചെയിൻ ഇക്കോസിസ്റ്റം ബെറ്റർ ആവുമെന്നും റീറ്റെയിൽ കൺസംഷൻ ഇംപ്രൂവ് ചെയ്യുമെന്ന് തന്നെ ഒരു പ്രതീക്ഷയുണ്ട് ഇതിനകത്ത്. ഈ സപ്ലൈ ചെയിൻ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് ശ്രീ അശോക്? പലയിടത്തും ആശയക്കുഴപ്പങ്ങൾ, ഈ സെക്ടർ പ്രവർത്തിക്കാം, അങ്ങനെ ചെല്ലുമ്പോൾ ഒരുപക്ഷെ ചില സ്ഥലത്ത് പോലീസ് തടയുന്നു, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ തടയുന്നു. ഇവിടുത്തെ മാത്രം കാര്യമല്ല, രാജ്യമാകെ ഇത്തരം പരാതികൾ ഈ ലോക്ക്ഡൗൺ ഘട്ടത്തിൽ പല മേഖലയിൽ വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സപ്ലൈ ചെയിൻ ബോട്ടിൽ നെക്സ് എത്രത്തോളം ഉണ്ട്? ഏർലി സ്റ്റേജിൽ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഐ തിങ്ക് ഒരു വലിയ ചാലഞ്ച് നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയിൽ പെർട്ടിക്കുലർലി ഫേസ് ചെയ്തേക്കുന്നത് ലാർജർ ഫുഡ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സിലെല്ലാം കോവിഡ് ഹോട്ട്സ്പോട്ട്സ് ആയിരുന്നു. അതുകൊണ്ട് മെറ്റീരിയൽ അവിടെ നിന്ന് മൂവ് ചെയ്യുന്നതിലും ട്രക്ക് ഡ്രൈവേഴ്സിനെ കിട്ടുന്നതിൽ വരെ നമുക്ക് കുറേയധികം ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിരുന്നു. ഇൻ്റർസ്റ്റേറ്റ് യൂഷ്വലി ഒരു 3 ദിവസം ട്രാൻസ്പോർട്ട് എടുക്കേണ്ടടുത്ത് പല ദിവസം 6-7 ദിവസം എടുത്താണ് എത്തിയിരുന്നത്. ലാർജ്ലി കേരള ഇക്കോസിസ്റ്റത്തിൽ അത് കുറേയധികം സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഉള്ളതുകൊണ്ട് വിത്തിൻ കേരള ട്രാൻസ്പോർട്ട് കുറേയധികം ഈസ്റ്റ് ഡൗൺ ചെയ്യാൻ പറ്റിയതുകൊണ്ട് റീറ്റെയിൽ ഷോപ്സിലേക്കുള്ള സപ്ലൈയിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷേ മെറ്റീരിയൽ ഇൻകമിംഗ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ കുറേയധികം ചാലഞ്ചസ് ഏർലി സ്റ്റേജിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് ഈസ്റ്റ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രോസസ്സിൽ. ഓക്കെ. ശ്രീ AV അനൂപ്, ഈ മേഖലയിൽ പലതരത്തിൽ ഇപ്പോൾ എസെൻഷ്യൽസ്, ഫുഡ്, അനുബന്ധ കാര്യങ്ങൾ, ഇതൊക്കെ നിശ്ചയമായും തുറന്നിരിക്കണം, കാര്യങ്ങൾ നടക്കണം. ഒരുപക്ഷെ കുറച്ച് കാലത്തേക്കെങ്കിലും ആളുകളുടെ പ്രിഫറൻസ് പോലും അങ്ങനെയായിരിക്കും. ബൈയിങ്ങിലും പർച്ചേസിങ്ങിലും ഒക്കെ എസെൻഷ്യൽസിലേക്കായിരിക്കും. അത് ഏറെക്കുറെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ സെക്ടറിൽ, താങ്കളുടെയൊക്കെ മേഖലയിൽ യഥാർത്ഥത്തിൽ ഇതിനകം ഉണ്ടായിട്ടുള്ള ഇമ്പാക്റ്റ് എന്താണ് ലോക്ക്ഡൌണിൽ? നേരത്തെ ശ്രീ അശോക് സൂചിപ്പിച്ച പോലെ തന്നെയാണ് ലോക്ക്ഡൌൺ ഡിക്ലെയർ ചെയ്ത ആദ്യത്തെ ഒരാഴ്ച ടോട്ടൽ എല്ലാ വ്യാപാരവും നിന്നുപോയി. ഷോപ്പുകളും അടഞ്ഞിരിക്കുകയായിരുന്നു, ഫാക്ടറികളും തുറക്കാൻ പറ്റിയിരുന്നില്ല. പിന്നീട് കുറേശ്ശെയായി എസെൻഷ്യൽ പ്രോഡക്ട്സിന് റിലാക്സേഷൻ വന്നിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഫാക്ടറികൾ സൗത്ത് ഇന്ത്യയിലെ മിക്ക സ്റ്റേറ്റിലും ഉണ്ട്. അപ്പോ കേരളത്തിന് വെളിയിലാണ് മെഡിമിക്സ് ഉണ്ടാക്കുന്ന ഫാക്ടറികൾ. കേരളത്തിനകത്ത് ഞങ്ങളുടെ മേളം മസാലയുടെ ഫാക്ടറികളുണ്ട്. അവിടെ എല്ലാം സ്ഥിതി അതായിരുന്നു. പക്ഷെ ഇപ്പോ കുറേശ്ശെയായിട്ട് റിലാക്സേഷൻ കിട്ടിയത് കൊണ്ട് ഏതായാലും ഫുൾ സ്വിംഗ് പ്രൊഡക്ഷൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഡിമാൻഡ് ഈ പറഞ്ഞ പോലെ വളരെയധികം കൂടുതലാണ്. ആളുകളുടെ പ്രിഫറൻസ് മുഴുവൻ, പ്രത്യേകിച്ച് കൊറോണയ്ക്ക് പ്രതിരോധത്തിന് സോപ്പും ഹാൻഡ് വാഷും എല്ലാ ചാനലുകളിലും മാധ്യമങ്ങളിലും വരുന്നത് കൊണ്ട് ഡിമാൻഡ് വളരെയധികം കൂടിയിരിക്കുകയാണ്. പക്ഷെ അതിന്റെ റോ മെറ്റീരിയൽസും പാക്കിംഗ് മെറ്റീരിയൽസും, പ്രത്യേകിച്ച് ഹാൻഡ് പമ്പ് സപ്ലൈ ഒക്കെ നിന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ പ്രൊഡക്ഷനെ അത് ബാധിച്ചിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയത്, ഒരു സ്ഥലത്ത് ഒരു സെൻട്രലൈസ്ഡ് പ്രൊഡക്ഷൻ ആയിരുന്നെങ്കിൽ ഞങ്ങൾ ബുദ്ധിമുട്ടിപ്പോയത്. എന്തോ ഭാഗ്യത്തിന് ഞങ്ങളുടെ പ്രൊഡക്ഷൻ എല്ലാം പല ഭാഗങ്ങളിലായിട്ടാണ്. മെഡിമിക്സ് ഒരു ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സും കൂടിയാണ്. അപ്പൊ തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും കർണാടകയിലും എല്ലാം ഫാക്ടറി ഉള്ളതുകൊണ്ട് ആദ്യത്തെ ഒരു 2 ആഴ്ച ബാംഗ്ലൂരും പോണ്ടിച്ചേരിയിലും
പ്രൊഡക്ഷൻ അനുവദിച്ചിരുന്നില്ല. ഇപ്പൊ തമിഴ്നാട് സ്ട്രിക്റ്റ് ലോക്ക്ഡൌണിലാണ്. ഇപ്പൊ തമിഴ്നാട് ഫാക്ടറികൾ പൂട്ടിക്കെടുക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് പോണ്ടിച്ചേരിയും കർണാടകയും തുറക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഒരുവിധം മാനേജ് ചെയ്യാം. ഒരർത്ഥത്തിൽ ശ്രീ അനൂപ്, ഈ ഹാൻഡ്മെയ്ഡ് എന്ന് പറയുമ്പോൾ ലേബർ ഇന്റൻസീവ് എന്നാണല്ലോ അതിന്റെ മറുവശം. ഇപ്പൊ പല മേഖലയിലായി നിങ്ങളൊക്കെ നിരവധിയായ ആളുകളെ ആ തരത്തിൽ സംരക്ഷിക്കുന്നവർ കൂടിയാണ്. യഥാർത്ഥത്തിൽ ആ തലത്തിലൊക്കെ എന്താണ് ഇമ്പാക്ട് ഇതുണ്ടാക്കിയിട്ടുള്ളത്? അതാണ് ഇപ്പോ ഇത്ര തൊഴിലാളികൾ ഒന്നിച്ച് ജോലി ചെയ്യാൻ പറ്റില്ല. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന് ഭാവിയിലും നിർബന്ധമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ സോഷ്യൽ ഡിസ്റ്റൻസിങ് അനുസരിച്ചുള്ള തൊഴിലാളികളെ ഒരു സമയത്ത് ഒരു ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരുപക്ഷെ ഞങ്ങൾക്ക് ഷിഫ്റ്റ് ടൈമിങ്സ് കൂട്ടേണ്ടി വരും. 2 or 3 ഷിഫ്റ്റ് ആയിട്ട് തൊഴിലാളികളെ കൊണ്ടുവരേണ്ടി വരും. ആർക്കും ജോലി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ സെക്ടറിൽ ആർക്കും ജോലി നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എന്ന് മാത്രമല്ല ഡിമാൻഡ് ഉണ്ട് എന്നത് വളരെ പോസിറ്റീവായ കാര്യമാണ്. ഒരുപക്ഷെ ഈ സമയത്ത് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഷോർട്ട് ടൈമിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്നാണല്ലോ പ്രതീക്ഷിക്കേണ്ടത്. ഞാൻ താങ്കളിലേക്ക് തീർച്ചയായിട്ടും. അത് മാത്രമല്ല ഹാൻഡ് വാഷിനൊക്കെ ഇനി ഡിമാൻഡ് വളരെ കൂടും. ഇത്രയും കാലം ഹാൻഡ് വാഷ് ഒന്നും ഒരു റെഗുലർ പ്രാക്ടീസ് ആയിരുന്നില്ല. ഹാൻഡ് വാഷിനെല്ലാം ഇനി തീർച്ചയായിട്ടും ഡിമാൻഡ് കൂടാനാണ് സാധ്യത. അതെ, നമ്മുടെ ജീവിതത്തിന്റെ ചില ശൈലികളെങ്കിലും മാറുന്നൊരു സാഹചര്യം ഈ കോവിഡ് കൊണ്ടുവന്നല്ലോ. ശ്രീ ഗിരീഷ്, ഇപ്പോൾ നമ്മൾ എങ്ങനെ ഇതിന് പുറത്തു കിടക്കുമെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഷോർട്ട് ടൈമിൽ എന്ത്, ഒരു വർഷമോ 2 വർഷം വരെയുള്ള കാലയളവിൽ എന്ത് എന്നടക്കം പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ ശ്രീ അനൂപ് അതുപോലെ ശ്രീ അശോകും സൂചിപ്പിച്ചു എന്താണ് സാഹചര്യം, ഏത് തരത്തിൽ ഇത് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്, പലതരത്തിൽ പ്രൊഡക്ഷൻ ആവട്ടെ അല്ലെങ്കിൽ നമ്മളുടെ ഔട്ട്ലെറ്റുകളുടെ കാര്യമാകട്ടെ ഒക്കെ. എങ്ങനെയാണ് താങ്കളുടെ സെക്ടറിൽ താങ്കളിത് വ്യക്തിപരമായി കഴിഞ്ഞ 5 ആഴ്ച ഈ ലോക്ക്ഡൌൺ എങ്ങനെയാണ് സ്വാധീനിച്ചത്? തികച്ചും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാര്യം ഞങ്ങൾക്ക് ഫാക്ടറി ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല, റോ മെറ്റീരിയൽസ് കിട്ടാനില്ലായിരുന്നു, തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് വരാൻ പറ്റിയില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അത് തീർച്ചയായിട്ടും അനുഭവിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ കഴിഞ്ഞു പോയ കാലങ്ങളിൽ ഇപ്പം നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ പ്രത്യേക ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു കുഴപ്പം കൊണ്ടൊന്നും അല്ല ഇത് ബാധിച്ചിരിക്കുന്നത്. ഇത് ലോകം മുഴുവൻ വ്യാപിച്ച കാര്യങ്ങളാണ്, ലോകം മുഴുവൻ ബാധിച്ചതുമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ കുറേ നഷ്ടപരിഹാരം തരണമെന്നൊന്നും ആവശ്യപ്പെടാനില്ല. നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ മാത്രം ആലോചിക്കാം. മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു, ഒരാൾക്കെല്ലാം നഷ്ടപ്പെട്ട ഈ സമൂഹത്തിന് മുഴുവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കാം. ഇപ്പോൾ FMCGയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിക്കാതിരുന്ന ഐസ്ക്രീം മുഴുവൻ ഇനി കഴിക്കുമെന്നോ അല്ലെങ്കിൽ ഉപയോഗിക്കാതിരുന്ന സോപ്പ് മുഴുവനും കൂടി ഒന്നിച്ച് വാങ്ങിച്ച് എല്ലാവരും കൂടി ഉപയോഗിക്കുന്നൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പോയത് കഴിഞ്ഞ കാര്യങ്ങൾ നമുക്ക് മാറ്റിവെച്ചുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ആലോചിക്കുക. ഇനി കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ പതുക്കെ ആയിട്ട് ലോക്ക്ഡൗൺ പിൻവലിച്ച് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഫാക്ടറികൾ 1-2 തുറക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെ നേരത്തെ അശോക് പറഞ്ഞ പോലെ ഞങ്ങൾ ഷിഫ്റ്റ് വെച്ച് ഒക്കെ ജീവനക്കാരെയൊക്കെ കൊണ്ടുവരുവാനും ഒക്കെ ആയിട്ട് കുറേ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല ഇതുവരെ. എന്നാലും ചില കാര്യങ്ങളും കൂടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ചില സഹായങ്ങളും കൂടി വേണമെന്ന് ഞങ്ങൾക്ക് പറയാനുണ്ട്. അതെനിക്കിപ്പോൾ പറയാമോ അതോ പിന്നീട് പറയാമോ? ഞാൻ അടുത്ത റൗണ്ടിലേക്ക് താങ്കളിലേക്ക് എത്താം. ശ്രീ ജോൺ സൈമൺ, ഇവിടെ ഇപ്പോൾ ഐസ്ക്രീം എന്നിപ്പോൾ ശ്രീ ഗിരീഷ് സൂചിപ്പിച്ച് കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇപ്പോൾ പല മേഖലയിലും കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഈ കോവിഡ് രാജ്യത്ത് കേരളത്തിലും പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനപ്പെട്ട ചില ഫെസ്റ്റിവൽ സീസൺസ്, പിന്നെ ഹോളിഡേ, ഇതൊക്കെ ഉള്ളൊരു സമയത്താണ് വന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ സംസാരിക്കുന്ന ഘട്ടം പോലും കേരളത്തിലെ 2 ഏറ്റവും പ്രധാനപ്പെട്ട അവധിക്കാലത്തിൻ്റെ മധ്യത്തിൽ നമ്മൾ നിൽക്കുകയാണ്. ഈ സെക്ടറിൽ കാരണം ആൾക്കൂട്ടങ്ങൾ പാടില്ല എന്നാണ് പ്രധാനപ്പെട്ട ഒന്ന്. അതിനിപ്പോൾ കുറച്ച് നാളത്തേക്ക് കൂടെ തന്നെ പ്രതീക്ഷിക്കണം. ആൾക്കൂട്ടങ്ങൾ എന്ന് പറയുമ്പോൾ പാർക്കിൽ ആൾക്കൂട്ടം, ഓഡിറ്റോറിയത്തിൽ ആൾക്കൂട്ടം, ഷോപ്പിംഗ് മാളിൽ ആൾക്കൂട്ടം, ഇവിടെയൊക്കെയാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു താങ്കളുടെ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് നേരിട്ട് കുറേ ആളുകൾക്ക് ഇതിൻ്റെ കൺസംഷനിലേക്ക് എത്താൻ പറ്റുക. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സ്ഥിതി, എങ്ങനെ ഇതിന് പുറത്തു കിടക്കാമെന്ന ചിന്തയാണ് ഇപ്പോൾ ഉള്ളത്? അതെ, വളരെ കറക്റ്റ് ആണ്. ഞങ്ങൾക്ക് ഒരു കൊല്ലത്ത് ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടുന്നത്, ഇൻഫാക്ട് 50% ഓഫ് ദ സെയിൽ കിട്ടുന്ന 3 മാസങ്ങളാണ് ഞങ്ങൾക്ക് ഈ പോയിരിക്കുന്നത്. ആൻഡ് താങ്കൾ പിന്നെ കറക്റ്റ് ആയിട്ട് പറഞ്ഞതുപോലെ ഈ ആൾക്കാർ കൂടുന്ന ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ പാർട്ടി ഓർഡേഴ്സ്, വിവാഹ ഫംഗ്ഷനുകൾ, അവിടെയൊക്കെയാണ് ഞങ്ങൾക്ക് ഐസ്ക്രീമിന്റെ കച്ചവടം നടക്കുന്നത്. അതെല്ലാം 0 തന്നെ ആയിരിക്കുകയാണ്. ബട്ട് നമ്മൾ ഇപ്പൊ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് അങ്ങനെയാണ്. എല്ലാ കൊല്ലവും എന്തെങ്കിലും വലിയ ക്രൈസിസ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ദർ ഇസ് നോ ഷോർട്ട് ആൻസേഴ്സ്. പക്ഷെ നമുക്ക് എല്ലാ ദിവസവും എഴുന്നേറ്റ് എന്തെങ്കിലും വേല ചെയ്യണം, എന്തെങ്കിലും പോകും വഴി കണ്ടുപിടിച്ചാൽ മതിയാവും. ഓക്കെ, ഇതിലിപ്പോൾ ഈ പ്രൊഡക്ഷൻ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് അനുസരിച്ചല്ലേ ഇത്തരം കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ യഥാർത്ഥത്തിൽ 5 ആഴ്ച നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു.
ഇനിയിപ്പോൾ ഓക്കെ, ഏത് രൂപത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചില ആളുകളോട് സംസാരിക്കുമ്പോൾ ഒരു ഫോൺ കോളിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വീട്ടിലെത്തുന്ന തരത്തിൽ, അത് ഇപ്പോൾ ഹോം അപ്ലയൻസിൻ്റെ കാര്യത്തിൽ പോലും കേരളത്തിലെ ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഒരുപക്ഷെ ഈ എസെൻഷ്യൽസിലേക്ക് മാത്രമായി അതിപ്പോൾ നാളെ വീട് വെക്കുന്നവരാണെങ്കിൽ പോലും ലോ കോസ്റ്റ് ഹൗസിംഗ് എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ടെന്ന് ആ സെക്ടർ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് പാകപ്പെടുത്തേണ്ടി വരും നമുക്ക് നമ്മുടെ നിങ്ങളുടെ ബിസിനസ് മന്ത്രങ്ങളും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്താണ് മുന്നോട്ട്, ഏത് രൂപത്തിൽ കൂടുതലായി ഈ സാഹചര്യത്തെ അനുകൂലമാക്കി പറ്റും എന്നാണ്? തീർച്ചയായിട്ടും ഇറ്റ്സ് ഓൾസോ കറക്റ്റ്. ഐ തിങ്ക് കൺസ്യൂമർ കോൺഫിഡൻസ് ഇസ് വെരി ലോ. അപ്പോൾ അത് കുറച്ച് നാളത്തേക്ക് അങ്ങനെ ആയിരിക്കും. ഐ തിങ്ക് പീപ്പിൾ ആർ ഗോയിങ് ടു ബി വെരി പ്രൈസ് സെൻസിറ്റീവ് ബിക്കോസ് സ്ഥാപനങ്ങൾക്കൊക്കെ ആൾക്കാരുടെ വരുമാനവും കുറഞ്ഞിരിക്കും. But at the same time, one parallel thing that we can do is move into a digital platform for selling and you're conducting everyday business. In fact, all the backbone providers are already aware of it. അതുകൊണ്ട് തന്നെ അവർ രാജ്യത്തെമ്പാടും അവർ ഈ ഇന്റർനെറ്റിന്റെ ബാൻഡ്വിഡ്ത്തും അതിന്റെ കേപ്പബിലിറ്റീസ് എല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് മോർ ഓഫ് ദ ബിസിനസ് ക്യാൻ ഹാപ്പൻ ഓൺലൈൻ. അപ്പൊ ആ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മൈഗ്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഷോർട്ട് ടേമിൽ നമുക്ക് പിടിച്ചേക്കാൻ പറ്റുകയുള്ളൂ. ദാറ്റ് ഇസ് വൺ പ്രാക്ടിക്കൽ ആസ്പെക്ട്. ഓക്കെ, ഇതിലിപ്പോൾ ഈ ചെയിനിൽ പല ആളുകൾ, ഇപ്പോൾ റീറ്റെയിൽ ഇത് വിൽക്കുന്ന ആളുകൾ, അതിന് താഴെ തട്ടിൽ പല തരത്തിലാണല്ലോ ഇതിൻ്റെ വിൽപ്പന ശൃംഖലയിലുമൊക്കെ ഉള്ളവർ. അവരൊക്കെ യഥാർത്ഥത്തിൽ ഇത് എത്രത്തോളം ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്? അവരെയൊക്കെ കൂടെ നിർത്താൻ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് താങ്കളടക്കമുള്ളവർക്ക് പറ്റുന്നത്? പാർട്ട്ലി ഞങ്ങൾ ഇമോഷണൽ ഡിസിഷൻ കൂടെയാണ്. കാര്യം നമ്മൾ ഇപ്പോൾ എന്റെ ഫാദറിന്റെ കാലം പോലെ ഞങ്ങൾ ഒരു കൾച്ചർ അങ്ങനെയാണ്. നമ്മുടെ എംപ്ലോയീസ്, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാം നമ്മുടെ കൂടെ ഉള്ളവരായിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാഫിനോട് എല്ലാവരും പറഞ്ഞേക്കുന്ന ആരും ഞങ്ങൾ ജോലി കളയില്ല, നമ്മൾ എന്ത് വന്നാലും നമ്മൾ പിടിച്ചു നിൽക്കും. എന്റെ ഫാദർ ഉൾപ്പെടെ സാലറി 50% കട്ട് എടുത്തിട്ടാണ് നിൽക്കുന്നത്, ചെയർമാൻ ഓഫ് ദ കമ്പനി. പക്ഷെ എന്നാലും ആരെയും നമ്മൾ പിരിച്ചു, കൂടെ ഉള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തന്നെ എങ്ങനെയെങ്കിലും നമുക്ക് ലോൺ അഡ്വാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യും. വർക്കിംഗ് ക്യാപിറ്റൽ പ്രോഡക്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഇനഫ്. നമ്മൾ പരസ്പരം എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 2 ഫ്ലഡ് നടന്നപ്പോഴെല്ലാം നമ്മൾ പരസ്പരം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് മോർ ദാൻ ദാറ്റ് ദിസ് ടൈം വി നീഡ് ദ ഗവൺമെന്റ്സ് ഹെൽപ്പ്. ഓക്കെ, എന്നാലും മാത്രമേ നമുക്ക് എക്കോണമി റിവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വളരെ പെട്ടെന്ന് അതിലേക്ക് തന്നെ കിടക്കാം. പല മേഖലയിൽ നിന്ന് അത്തരം ആവശ്യങ്ങൾ വരുന്നൊരു സമയം കൂടിയാണ്. ശ്രീ അശോക്, ഈ നേരത്തെ ശ്രീ അനൂപ് ഒരു കാര്യം സൂചിപ്പിച്ചു, പല മേഖലയിലായിട്ട് ഈ പ്രൊഡക്ഷൻ യൂണിറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് അതൊരർത്ഥത്തിൽ സഹായകരമായി. കാരണം എല്ലാ മേഖലയും പലതരത്തിലാണ് സ്വാധീനിക്കുന്നത്. ഒരു പക്ഷേ ഹോട്ട്സ്പോട്ടിലുള്ള ഇൻഡസ്ട്രിക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ആയിരിക്കില്ല കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു മേഖലയിൽ നിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏത് തരത്തിലാണ് ഇപ്പോൾ എന്നുവരെ ഈ സാഹചര്യം ഇതുപോലെ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ എന്താ പറയുക, ബാക്ക് ടു ട്രാക്ക് എന്നൊക്കെ പറയുന്നൊരു സാഹചര്യം എപ്പോൾ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? സപ്ലൈ ചെയിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബാക്ക് ടു ട്രാക്ക് അധികം നാൾ ബുദ്ധിമുട്ടേണ്ട വരില്ല. അല്ലെങ്കിൽ ബിക്കോസ് ഇതൊരു ഫാമിംഗ് റിലേറ്റഡ് പ്രോഡക്റ്റ് ആണ്, അതുകൊണ്ട് ആ ഫാമിംഗ് ഇക്കോസിസ്റ്റം ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്തേ തീരുള്ളൂ. അപ്പോൾ ഓൾറെഡി ദർ ഇസ് എ ലോട്ട് ഓഫ് ആക്ഷൻ ടേക്കൺ ടുവേർഡ്സ് ഫാമേഴ്സ് ഗെറ്റിംഗ് ബാക്ക് ടു ദെയർ ഫീൽഡ്സ്. അതുകൊണ്ട് ഒരു സപ്ലൈ ചെയിൻ ഇക്കോസിസ്റ്റം ലോങ് റണ്ണിൽ എഫക്റ്റഡ് ആവില്ല എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. ബിക്കോസ് ഇതൊരു ഫുഡ് ട്രെയിൻ എസെൻഷ്യൽ കമോഡിറ്റി ഇൻഡസ്ട്രിയാണ്, ഒരു ഇക്കോണമിയുടെ ബേസിസ് താങ്ങുന്നത് തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് അതിലൊരു സപ്ലൈ ചെയിൻ്റെ സൈഡിൽ ഒരു വലിയ ചേഞ്ച് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അത് നോർമാലിറ്റിയിലേക്ക് ഒരു മാസത്തിലോ 2 മാസത്തിലോ തിരിച്ചെത്തുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. റീറ്റെയിൽ സൈഡിൽ ഈ പറഞ്ഞ പോലെ ഒരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച്, അല്ലെങ്കിൽ നമ്മൾ കേരളം പെർട്ടിക്കുലർലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റീറ്റെയിൽ അല്ലെങ്കിൽ ഹോൾസെയിൽ എന്ന് പറഞ്ഞ 2 മേഖല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡിജിറ്റൽ അല്ലെങ്കിൽ ഓൺലൈൻ സെയിൽസ് വാസ് വെരി ലിമിറ്റഡ് ഇയർ. അപ്പോൾ അവിടെ ഒരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച്, അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു ശൈലി മാറുന്നതനുസരിച്ച് ഒരു അഡാപ്റ്റേഷൻ ചേഞ്ച് അവിടെ ഉണ്ടാവും. അവിടെ ഡിജിറ്റൽ ആൻഡ് ഓൺലൈൻ സെയിൽസ്, ഈവൻ ഇൻക്ലൂഡിംഗ് ഒരു ചെറിയ ചേഞ്ച് ഓഫ് ഹോം ഡെലിവറി, ഈവൻ ദാറ്റ് കുഡ് സീ എ ലോട്ട് ഓഫ് ചേഞ്ച് ഗോയിങ് ഫോർവേഡ്. ഓക്കെ, ഇപ്പോൾ തന്നെ ഒരുപക്ഷെ കടകളൊക്കെ അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് തന്നെ. കാരണം നമുക്ക് തുറന്നിരുന്ന് അകത്ത് അവിടെ ചെന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ അത് കുറേ കൂടെ വ്യാപകമാകാനുള്ള ശ്രമം നടക്കുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ നമുക്ക് വീട്ടിലിരുന്നാൽ തന്നെ ഓർഡർ ചെയ്താൽ സാധനങ്ങൾ കിട്ടുന്ന പല തരത്തിലുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ടല്ലോ. ഇതിനെ കൂടുതലായി എങ്ങനെ ഉപയോഗിക്കാനാണ് ഈ സമയത്ത് ആലോചിക്കുന്നത്? ഇപ്പോൾ വലിയ ചാലഞ്ച് നമ്മൾ കേരളയിൽ നേരത്തെ കണ്ടത് പറഞ്ഞ പോലെ ഒരു ഓൺലൈൻ ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിന് സിഗ്നിഫിക്കൻറ്റ് പെനിട്രേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷേ ഐ തിങ്ക് ഇപ്പോൾ വന്നേക്കുന്ന ന്യൂ ഏജ് ഡിജിറ്റൽ ഓൺലൈൻ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോംസ് എല്ലാം വേരിയസ് ഫോമാറ്റ്സ് ഓഫ് ടൈപ്സ്, ഇപ്പോൾ സ്വിഗ്ഗി ആയാലും സൊമാറ്റോ ആയാലും എവ്രി വൺ സീയിങ് ഒരു ബ്രാൻഡായിട്ട് എങ്ങനെ ടൈപ്പ് ചെയ്യുക. നേരത്തെ റെസ്റ്റോറൻറ്റ് ടൈപ്പ് ഏർലിയർ പോസിബിൾ ആയിരുന്നു, പക്ഷേ ഒരു ബ്രാൻഡായിട്ട് ഒരു ഫുഡ് ഐറ്റത്തിൻ്റെ ഡെലിവറി കേരളയിൽ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നില്ല, ബിസൈഡ്സ് ഫോർ 1 or 2 സ്മോൾ പ്ലാറ്റ്ഫോംസ്. അവരായിട്ട് സിഗ്നിഫിക്കൻ്റ്ലി പാർട്ട്ണർ ചെയ്യുക, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ പാർട്ട്നേഴ്സിലൂടെ എവിടെയാണെങ്കിൽ പോലും, ഇപ്പോൾ കമ്പനി
ഇരുന്ന് ഡയറക്റ്റ്ലി പ്രോഡക്റ്റ് പിക്കപ്പ് ചെയ്യണമെന്നില്ല. നമ്മുടെ കേരളം ഒട്ടാകെയുള്ള 100-120ഓളം ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്ന് ഡയറക്റ്റായിട്ട് പ്രോഡക്റ്റ് പിക്കപ്പ് ചെയ്ത് ആ പാർട്ട്ണർഷിപ്പ് എനേബിൾ ചെയ്യുക. അതാണ് നമുക്കിന്ന് ഒരു മീഡിയേറ്ററായി നിന്ന് ആ പാർട്ട്ണർഷിപ്പ് എനേബിൾ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ശ്രീ അനൂപ്, ഇപ്പോൾ ഈ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ എന്നതാണല്ലോ സാഹചര്യം. ഇത്തരം പ്രതിസന്ധിയും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം, ഇപ്പോൾ ഈ ഒരു ഫ്ലഡിൻ്റെ സമയത്ത് നമുക്കറിയാം എത്ര നാൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും, ഏതൊക്കെ മേഖലയിലുണ്ടാവും. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് എത്ര നാളാണെന്നുള്ളത് നമുക്ക് വ്യക്തതയില്ലാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ അത് വിചാരിച്ച് ഇതെല്ലാം ശരിയാവട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരിക്കാനും പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഒരു അർത്ഥത്തിൽ ഈ പരിമിതമായെങ്കിലും നമ്മൾ ഇളവുകളെക്കുറിച്ച് ചിന്തിക്കുന്നു, അത്തരം കാര്യത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ സ്വമേധയാ തന്നെ ഈ രൂപത്തിൽ ചിന്തിച്ചാൽ നമുക്ക് ഇത് അതിജീവിക്കാം എന്ന മട്ടിലൊക്കെ ആലോചിക്കുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ എന്താണ് ആ തരത്തിൽ പറയാൻ പറ്റുക? അല്ല, എസെൻഷ്യൽ പ്രോഡക്ട്സിലായിരിക്കണം ഇനി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഒരുപക്ഷെ ലക്ഷറി പ്രോഡക്ട്സിനൊക്കെയുള്ള ഡിമാൻഡ് കുറയാൻ സാധ്യതയുണ്ട് കുറച്ചു കാലത്തേക്കെങ്കിലും. എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിലേക്കെങ്കിലും ഇങ്ങനെയുള്ള കാര്യത്തിൽ പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ ബിസിനസ് ചെയ്യാൻ. അതുപോലെ തന്നെ ബിസിനസ്സിലെ ഫണ്ട് നമ്മൾ ഡൈവേർട്ട് ചെയ്യാതെ സൂക്ഷിക്കണം. കാരണം ഒരു റിസർവ് ഫണ്ട് നിർബന്ധമായിട്ടും വേണ്ടി വരും. ഇതുപോലത്തെ സാഹചര്യങ്ങൾ വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എപ്പോഴാണ് ഇതുപോലെയുള്ള ഒരു കലാമിറ്റി ഉണ്ടാകുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു പാഠമായിട്ട് നമ്മൾ എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് റിസർവ് ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം ശ്രമിക്കണം. അതുപോലെ നമ്മളോടൊപ്പം നിൽക്കുന്നവരെ നമ്മൾ കൈവിട്ടാനും പാടില്ല. അത് തൊഴിലാളികൾ മാത്രമല്ല, ചുമട്ട് തൊഴിലാളികൾ ഉണ്ടാകാം. അതുപോലെ നമ്മുടെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന പല ആളുകളുണ്ട്. അവരെ നമുക്ക് അവരുടെ നിത്യ ജീവിതത്തിനുള്ള പണം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. എന്നെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ഫാക്ടറികൾ ഉള്ളത് കൊണ്ട് താൽക്കാലികമായിട്ട് അതൊരു ആശ്വാസമായിട്ടാണ് തോന്നുന്നത്. അതുപോലെ ഓപ്പർച്യൂണിറ്റി, ഇപ്പൊ ഞങ്ങള് സാനിറ്റൈസർ മേഖലയിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സാനിറ്റൈസർ ഉണ്ടാക്കുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിക്കുകയാണ് ഇപ്പോൾ. അതാണ് ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉടനെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം. ഓക്കെ, അതൊരു ശീലമായി വന്നിട്ടുണ്ടല്ലോ എന്തായാലും മലയാളിക്ക്. ശ്രീ ഗിരീഷ്, താങ്കൾ പറഞ്ഞു തുടങ്ങിയത് ഇനി ഉണ്ടാകേണ്ട ചില കാര്യങ്ങൾ, ഒരുപക്ഷെ അത് സർക്കാരിൽ നടക്കും. ഇപ്പോൾ എല്ലാ മേഖലയും രാജ്യത്ത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സർക്കാർ സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഇത് വലിയ തോതിൽ അഫക്റ്റഡ് ആണ്. യഥാർത്ഥത്തിൽ ഏത് രൂപത്തിൽ ഉള്ള അത്തരം ഇടപെടലാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്? സർക്കാരിൽ നിന്നും ഒരുപാട് പണമൊന്നും വേണമെന്നല്ല പറയുന്നത്. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ IT മേഖലയ്ക്ക് IT മേഖലയിലെ സ്ഥാപനങ്ങൾ, വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന പലർക്കും ഇപ്പോൾ വാടക ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ് 3 മാസത്തേക്ക്. അതുപോലെ തന്നെ അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഇപ്പോൾ ഇൻഡസ്ട്രിയൽ പാർക്കുകളിലെല്ലാം കൂടി അത്തരം ഒരു വാടക ഇളവ് ചെയ്ത് കൊടുക്കാനുള്ളൊരു നടപടി കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകണം. അത് സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടങ്ങളിൽ എടുത്തവർക്കും കൂടി കുറച്ച് അവരെയും കൂടി പ്രേരിപ്പിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണം. പിന്നെ ഈ GSTയും ഇൻകം ടാക്സും ഒന്നും ഇളവൊന്നും വ്യവസായികൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവർക്കൊരു കുറച്ച് സാവകാശം കൊടുക്കണം. ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ പ്രവാസികൾ തിരിച്ചു വരികയാണ്. ഏതാണ്ട് ഇപ്പം 30 ലക്ഷത്തോളം പ്രവാസികളുണ്ടെന്നാണ് നമ്മളുടെ ഏകദേശ കണക്ക്. അതിൽ ഒരു 2-2.5 ലക്ഷം പേര് ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരാൻ. അവർ താൽക്കാലികമായ തിരിച്ചു വരുന്നതാണോ അതേ സ്ഥിരമായിട്ട് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നതാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ശരി, വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ചെറുതൊന്നും ആയിരിക്കില്ല. കാര്യം ഈ പ്രവാസികളുടെ പണം കൊണ്ടാണ് ഉപഭോക്തൃ സംസ്കാരം വളരെയധികം ശക്തമായ കേരളം നിലനിന്നു പോകുന്നത് തന്നെ. അപ്പം അവർ വരുമ്പോൾ അവർക്ക് എന്താണ് നാളത്തെ ഐഡിയ എന്നറിയില്ല. ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ഒരു 3 മാസം മുമ്പ് ഒരു ഉത്തരവിറക്കിയിരുന്നു. അതായത് ഒരു വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ദിവസം കൊണ്ട് ഒരു വ്യവസായത്തിനുള്ള അനുമതി കൊടുക്കാമെന്ന് അദ്ദേഹം ഒരു ഉത്തരവിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രഖ്യാപിച്ച മാത്രമല്ല, അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന ആളുകൾക്ക് പലർക്കും പല വ്യവസായം തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഉത്തരവ് ഇതുവരെ നമ്മുടെ ഗവൺമെൻറ് ഭാഗത്തുണ്ടായ ഏറ്റവും ശക്തമായ ഉത്തരവാണെന്ന് വിചാരിക്കുന്നു. അതായത് ഞങ്ങൾ വ്യവസായികൾ മാത്രം മതി, ഇനി ആരും വരണ്ടെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. എല്ലാ വ്യവസായങ്ങളും ധാരാളം വരണം, അവർക്കൊക്കെ അവസരം കിട്ടണം. അതുപോലെ നമ്മുടെ ശ്രീചിത്രയിലൊക്കെ ഇപ്പോൾ വെന്റിലേറ്റർ നമ്മൾ അമിത വില കൊടുത്ത് വെളിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതായത് ഒരു 15,000 രൂപയ്ക്ക് കിട്ടിയിരുന്ന വെന്റിലേറ്റർ 5 ലക്ഷവും 7 ലക്ഷം രൂപയും കൊടുത്ത് വരെ വാങ്ങിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ശ്രീചിത്രയെ പോലുള്ള സ്ഥാപനങ്ങൾ, ഈവൺ ഒരു സംവിധായകൻ വരെ ഒരു വെന്റിലേറ്റർ ഈ അടുത്ത ദിവസം കണ്ടുപിടിച്ചു. അപ്പോൾ അതിനൊക്കെ പേറ്റന്റ് മേടിക്കാനും അത്തരം വ്യവസായങ്ങൾ തുടങ്ങാനുള്ള ഒരു 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 ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ മാക്സിമം ഇവരെ സഹായിക്കാൻ
അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രി തന്നെയാണ് ഇതിൻ്റെ മുൻകൈ എടുക്കേണ്ടത്. ഓക്കെ. അപ്പം നമ്മൾ ഇത്രയും കാലം പ്രവാസികളുടെ പണം കൊണ്ട് ജീവിച്ചു. നമ്മൾ അവരെ മറക്കാൻ പറ്റില്ല. അവർ വരുമ്പോൾ അവരോട് വരരുതെന്നൊന്നും പറയാൻ പറ്റില്ല. അവർ വരണം. അവർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വ്യവസായം ചെയ്യട്ടെ, നമ്മുടെ കൂടെ കൂടട്ടെ. അതിന് തിരിച്ചു പോകേണ്ടവർക്ക് പോകാം. അപ്പോൾ ഇത്തരം 1-2 കാര്യങ്ങളിൽ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് നല്ല നടപടി ഉണ്ടാവണം. പണമല്ല വേണ്ടത് വ്യവസായികൾക്ക്. പണവും കുറേ നഷ്ടപരിഹാരം ഒന്നും വേണ്ട. ഗവൺമെൻറ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. പണമല്ല, പക്ഷേ അത് അതിനപ്പുറത്തുള്ള ഇടപെടലാണ്. ഒരർത്ഥത്തിൽ ശ്രീ ജോൺ സൈമൺ താങ്കളിലേക്ക് വരുമ്പോൾ ശ്രീ ഗിരീഷ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, കുറച്ചധികം ആളുകൾ ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് രജിസ്റ്റർ ചെയ്ത ആളുകളുടെ നമ്പറാണ് ഈ പറഞ്ഞ 2 ലക്ഷത്തോളം. കുറേ പേർക്കെങ്കിലും ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കണം, കുറേ പേർക്കെങ്കിലും കുറച്ച് നാളധികം ഇവിടെ തുടരേണ്ടി വന്നേക്കാം. നമുക്കറിയില്ല എന്താണ് ആഗോളതലത്തിലെ സാഹചര്യം. അതിപ്പോൾ UAE എന്ന് മാത്രമല്ല മറ്റ് പല മേഖലയിൽ നിന്നായിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുമൊക്കെ. ഇതൊക്കെ നേരിടുന്നൊരു സമയത്താണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇതിന്ന് പൂർണ്ണമായൊരു പുറത്തു കടക്കൽ സാധിക്കുകയുമുള്ളൂ. യഥാർത്ഥത്തിൽ ഈ സ്ട്രക്ചറലായിട്ട് എന്ത് ഇടപെടലാണ് ഈ ഘട്ടത്തിൽ താങ്കളടക്കമുള്ളവർ പ്രതീക്ഷിക്കുന്നത് ഓണ്ടർപ്രണർ എന്നുള്ള നിലയ്ക്ക്? ഹലോ, പറയാം. എന്നോടാണോ? അതെ ശ്രീ ജോൺ. യെസ്, സീരിയസ്ലി ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങളുടെ നാഷണൽ ഐസ്ക്രീം അസോസിയേഷനിലും മറ്റ് സംസ്ഥാനത്തുള്ള എന്റർപ്രണേഴ്സ് വലുതും ചെറുതായിട്ടുള്ള ധരിക്കുന്നുണ്ട്. സോ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് റീച്ച് ബിയോണ്ട് എ പോയിന്റ് വെയർ ഗവൺമെന്റ് എലോൺ ക്യാൻ ഡു എനിത്തിങ്. ഒരു സർക്കാരിന് എല്ലാ സെക്ടറിനും ഒരുമിച്ച് ഫണ്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. ബട്ട് ആസ് എ ഓണ്ടർപ്രണർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സർക്കാരിന് ഈ അവസരത്തിൽ ചെയ്യാവുന്നത് നികുതിയിൽ കുറച്ച് ഇളവുകൾ ചെയ്തു തരാമെന്ന് മാത്രം. നമ്മൾ വേൾഡ് വൈഡ് കണ്ടു കഴിഞ്ഞാൽ എനി ഗവൺമെന്റ് ഇൻ ദ വേൾഡ് ഇഫ് യു വാണ്ട് ടു സ്റ്റിമുലേറ്റ് ദ എക്കോണമി അവർ 2 പ്രാക്ടീസ് ആണ് ഒന്ന് ചെയ്യുക. ഒന്ന്, either they spend big or they reduce the tax. ഇന്നത്തെ അവസ്ഥ ഗവൺമെന്റ് ഇസ് ഇൻ പൊസിഷൻ ടു സ്പെൻഡ്, അതിനുള്ള കാശില്ല. അപ്പൊ നെക്സ്റ്റ് തിങ് ദേ ക്യാൻ ഡു ഇസ് റിഡ്യൂസ് ദ ടാക്സസ്. അപ്പൊ GST കമ്പോണന്റ് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ സെക്ടറിലൊക്കെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ then maybe we have a fighting to come up again. That is the I think pending dues. ഇപ്പൊ ആൾക്കാർക്ക് ശമ്പളം എങ്ങനെ കൊടുക്കും, നമ്മുടെ ക്രെഡിറ്റേഴ്സിന് എങ്ങനെ കൊടുക്കും when there is no sale happening. I think അതിനകത്തും ചില വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഒരു പ്രസിഡൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് that they ask the banks to pay the salaries and wages. എന്നിട്ട് for 6 months there is a moratorium for paying back. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് കമ്പോണന്റ് ഗവൺമെന്റ് മാത്രം പേ ചെയ്യും, അത് പ്രിൻസിപ്പൽ എമൗണ്ട് കമ്പനീസ് പേ ചെയ്യും. നമ്മുടെ നാട്ടിലെ സിനാരിയോയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ PF and ESI is flush with funds. അപ്പൊ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള സജഷൻ വന്നേക്കുന്ന ആ ഫണ്ട്സ് ആഫ്റ്റർ ഓൾ ഇറ്റ് ഇസ് ഫോർ ദ എംപ്ലോയീസ് ബെനിഫിറ്റ്. അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാലത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടെ ചേർത്തിട്ട് സംരംഭകരും തൊഴിലാളികളും കൂടെ ഒരുമിച്ച് ചേർന്ന് അതിനകത്ത് കൊടുക്കുന്ന ഫണ്ടാണ് അത്. ഇന്നത്തെ അവസ്ഥയിൽ ഫണ്ട്സ് അതിൽ നിന്നൊരു പ്രൊപ്പോർഷൻ ഈ സാലറി കോമ്പൻസേഷൻസിലേക്ക് കൊടുക്കാനായിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് സേവിങ്സ് ചെയ്യാനായിട്ടെങ്കിലും കൊടുക്കുകയാണെങ്കിൽ 6 months കഴിഞ്ഞിട്ട് നമുക്കത് ഫുൾ പേയ്മെന്റ് ചെയ്യാം. അങ്ങനെ ഒരു നല്ലൊരു പ്രാക്ടിക്കൽ സജഷൻ വന്നിട്ടുണ്ട്. In the other states-ലെ ഇൻഡസ്ട്രി അസോസിയേഷനിൽ വരുന്ന സംസാരങ്ങളാണിത്. I think they are good practical suggestions. നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് we can try to take it forward. അത് കൂടാതെ what we can do is നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെൽത്ത് പ്രോട്ടോകോൾസ് കുറെ കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ something that will help us to get back to business faster. ഈ ലോക്ക്ഡൌൺ എല്ലാം മാറി ജനങ്ങൾക്കായാലും സംരംഭകർക്കായാലും വീണ്ടും പണിയെടുക്കാനായിട്ടും ജോലിക്ക് വരാനായിട്ടും ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഹെൽത്ത് പ്രോട്ടോകോൾസ് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാം. നൗ ഇപ്പൊ മാസ്ക് വേണം, സോഷ്യൽ ഡിസ്റ്റൻസിങ് വേണം എന്നൊക്കെ പറയുന്നല്ലോ. അപ്പൊ അത് വെച്ചുകൊണ്ട് ടു ഗോ ബാക്ക് ടു വർക്ക്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പോലെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ബിസിനസ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. All those things will go a long way to help us to restart the business. ഓക്കെ. ശ്രീ അശോക്, ഈ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അതിനൊപ്പം ഇപ്പോൾ ഈ ഫുഡ് എസെൻഷ്യലാണ്, അതിൽ തന്നെ താങ്കളുടെ സെക്ടറൊക്കെ വളരെയധികം അത്യാവശ്യം കമ്പോണൻസിൻ്റെ വിതരണക്കാർ കൂടിയാണ്. യഥാർത്ഥത്തിൽ ഈ ആളുകൾക്കിടയിൽ ഇപ്പോൾ ഒരു ധാരണ കേരളത്തിലാണെങ്കിൽ നമ്മൾ പൊതുവിൽ ഈ പർച്ചേസിങ് നമ്മുടെ ഒരു പാറ്റേൺ അറിയാമല്ലോ. അപ്പോൾ ഇത് എത്ര നാൾ നിൽക്കുന്ന അറിയില്ല. ഇനി പുറമേ നിന്നുള്ള സാധനങ്ങളുടെ വരവിനെ സംബന്ധിച്ച് മാസങ്ങളൊക്കെ പിന്നിട്ടാൽ എന്താകുമെന്നറിയില്ല. അങ്ങനെ ഒരു വരവ് കുറഞ്ഞാൽ പ്രതിസന്ധിയിലാകുമെന്നൊരു പൊതു ധാരണ നമുക്ക് കാലങ്ങളായിട്ട് ഉണ്ട് താനും. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ഒരു സാധനങ്ങളുടെ അവശ്യ വസ്തുക്കളുടെ ഷോർട്ടേജ്, ഇത്തരം സാധനങ്ങളുടെയൊക്കെ ഷോർട്ടേജിനൊക്കെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അങ്ങനെ ആശങ്കയുടെ ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു ആശങ്കയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പെർട്ടിക്കുലർലി ഇസെൻഷ്യൽ കമ്മോഡിറ്റീസിൽ ഇപ്പോൾ ലക്ഷറി ഗുഡ്സിൽ നേരത്തെ പറഞ്ഞ ഫുഡിലും ലക്ഷറി ഗുഡ് ഫുഡ്സ് ഉണ്ട്, അതിൽ ചിലപ്പോൾ ഷോർട്ടേജസ് ഉണ്ടാവും. ഇമ്പോർട്ട് ഫുഡ്സ് ഉണ്ട്, അതിലും ഷോർട്ടേജ് വരാം. പക്ഷെ ഒരു എസെൻഷ്യൽ കമ്മോഡിറ്റീസിൽ നമ്മൾ ഷോർട്ടേജ് ഫിയർ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാ നാഷണൽ ബ്രാൻഡ്സും അവരുടെ ഫാക്ടറീസ് റീസ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി, മേ ബി നോട്ട് അറ്റ് 100% കപ്പാസിറ്റി. അതുകൊണ്ട് അങ്ങനത്തെ ഒരു എസെൻഷ്യൽ ഫുഡ് ഐറ്റം ഷോർട്ടേജ് ആദ്യം നമ്മൾ കണ്ടിരിക്കേണ്ട ആവശ്യമില്ല.
നിങ്ങളെല്ലാവരും ഈ വിജയകരമായ മാതൃകകൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഓണ്ടർപ്രണേഴ്സ് ആണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ നിന്ന് യഥാർത്ഥത്തിൽ മാസങ്ങൾക്കുള്ളിൽ ഒരുപക്ഷെ ഇനി വരാൻ പോകുന്നൊരു മഴക്കാലമാണ്. അതിനുശേഷം നമ്മുടെ ഒരു ഫെസ്റ്റിവൽ, പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ വരും. അപ്പോഴേക്കൊക്കെ ഒരുപക്ഷെ നമുക്ക് തിരിച്ചു വരാമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്ക് ഓഫർ ചെയ്യാൻ ഒരുപക്ഷെ നൂതനമായ രീതികൾ, അത് വിപണനത്തിൻ്റെ ആകട്ടെ, അങ്ങനെയൊക്കെ ഒരുപക്ഷെ പോസിറ്റീവ് നോട്ടിൽ അവസാനിപ്പിക്കുമ്പോൾ താങ്കൾക്ക് എന്ത് പറയാൻ പറ്റുമോ? അങ്ങനെ ഐ തിങ്ക് പേഴ്സണലി ഫുഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോഡ് ഓഫ് പോസിറ്റീവ്സ്. ഐ തിങ്ക് ഒരു ഏറ്റവും പോസിറ്റീവായിട്ട് വിചാരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. പോസിറ്റീവായിട്ട് വിചാരിച്ചേ പറ്റുള്ളൂ നമുക്ക് ഈ സമയത്ത്. പക്ഷേ വേ ഓഫ് ഈറ്റിംഗ് ഒരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഉണ്ടാവും ഇതിൽ. നമ്മൾ പറഞ്ഞു ഒരു ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് കൺസംഷൻ ഓവർ ദ ലാസ്റ്റ് 10 years സിഗ്നിഫിക്കൻ്റ്ലി പിക്കപ്പ് ചെയ്ത ഒരു മേഖലയാണത്. പക്ഷേ ഇനി മുതൽ അങ്ങോട്ട് ഒരു ചെറിയ റെസ്ട്രിക്ഷൻ അതിലേക്ക് വരാം. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ വീട്ടിലിരുന്ന് നമ്മുടെ ഭക്ഷണ കൺസംഷൻ അത് കാരണം ഇൻക്രീസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് വാട്ട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫുഡ്സ് കെൻ യു ഓഫർ അല്ലേ? വീട്ടിലിരുന്ന് നമ്മൾ കുക്കിംഗ് ചെയ്യാത്തവർ യൂഷ്വലി ഇപ്പോൾ കുക്കിംഗ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അവർക്ക് എന്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ്സ് ഓഫർ ചെയ്യാം. അതുകൊണ്ട് ഒരു ഡിഫറൻഷിയേറ്റഡ് റേഞ്ച് ഓഫ് കൺസംഷൻ, അതിനോടൊപ്പം തന്നെ വെൽനെസ് ഫുഡ്സ്. ഇപ്പോൾ നമ്മൾ കണ്ടേക്കുന്ന ഒരു വലിയൊരു ഫാക്ടർ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് റേറ്റ്സ് ലോവർ ആയിരിക്കുന്ന പല രാജ്യങ്ങളിലും ഇമ്മ്യൂണിറ്റി ലെവൽസ് ഹയർ ആണ്, അല്ലെങ്കിൽ ഇൻബോൺ ഇമ്മ്യൂണിറ്റി വിത്ത് ദ ഹ്യൂമൻ ബീങ് ഇസ് ഹയർ. അതുകൊണ്ട് ആ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള പ്രോഡക്ട്സ് ആൻഡ് റിലേറ്റഡ് ആ ഒരു വെൽനെസ് ഫുഡ് എന്നുള്ള സെഗ്മെന്റിലും സിഗ്നിഫിക്കൻറ്റ് പൊട്ടൻഷ്യൽ ഓഫർ അപ്പ് ചെയ്യും. അപ്പോൾ ദാറ്റ്സ് എൻ ഏരിയ വേർ എ ലോട്ട് ഓഫ് പീപ്പിൾ ക്യാൻ സ്പെൻഡ് ടൈം. കേരള has got a good base, ആയുർവേദത്തിലായാലും സ്പൈസസിലായാലും റിലേറ്റഡ് ഫീൽഡ്സ് വേർ ഓൾ ഇമ്മ്യൂണിറ്റി കംസ് ഇൻ ടു പ്ലേ. ഓക്കെ, പ്രധാനമാണ് ശ്രീ അനൂപ്. ഈ സ്പിരിറ്റ് പ്രധാനമാണ്. ഞാനിത് ഈ ഒരു പോസിറ്റീവ് നോട്ടിൽ അവസാനിപ്പിക്കാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഒന്ന് ചോദിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ പോസിബിളായി തൊട്ടടുത്ത് സാധ്യമായ ഒരു ഇടപെടലിനെ കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചു, ഒരുപക്ഷെ സാനിറ്റൈസേഴ്സ് അതിലേക്ക് കടക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുക? ഒരുപക്ഷെ ഇത് കണ്ടിരിക്കുന്നവർക്ക് പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ ഈ കോവിഡ് കാലം മുഴുവൻ പ്രശ്നങ്ങളാണ്. പക്ഷെ അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ചില വാക്കുകൾ നല്ലതായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചപ്പോൾ നമ്മൾ ഇമ്മ്യൂണിറ്റി കാര്യം നോക്കുമ്പോൾ ലോകത്ത് പല രാജ്യങ്ങളിലും ഈ അസുഖം കൂടാനുള്ള കാരണം അവരുടെ ഭക്ഷണ രീതി ആയിരിക്കാം. അപ്പൊ നമ്മുടെ നാട്ടിലെ ഭക്ഷണവും നമ്മുടെ ജീവിത രീതിയും ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്ര പെട്ടെന്ന് കോവിഡിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചത്. അപ്പോൾ ഇത്തരം പ്രോഡക്ട്സിന്, ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രോഡക്ട്സിന് നല്ല സാധ്യതയുണ്ട്, വിദേശ മാർക്കറ്റിലേക്ക് സാധ്യതയുണ്ട്. അതുപോലെ ഞാൻ ആയുർവേദ ബിസിനസ്സിലുള്ള ആളാണ്. സഞ്ജീവനം എന്ന് പറഞ്ഞ ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. അടുത്തൊരു വർഷത്തേക്ക് സാധ്യതയില്ലെങ്കിലും ഭാവിയിൽ ഒരു പക്ഷേ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ആയുർവേദ മേഖലയെ തേടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും. ഭക്ഷണങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെ എല്ലാത്തിനും നമുക്കൊരു സാധ്യത കൂടുതലാണ്. ബിസിനസ് മേഖലയിലാണെങ്കിലും ഇപ്പോൾ എല്ലാവരും പറയുന്നത് തന്നെയാണ്, ചൈനയിൽ നിന്നൊക്കെ വിട്ട് ജപ്പാനും അമേരിക്കയും ഒക്കെ ഒരുപക്ഷെ പുതിയ മേഖല തേടി വരുമ്പോൾ ഇന്ത്യയിലായിരിക്കും എത്തുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അതിന്റെ ആൻസിലറി യൂണിറ്റ്സ് കാര്യങ്ങൾക്കെല്ലാം എല്ലാ രംഗത്തുമുള്ള ബിസിനസ്സുകാർ അവസരം ഉപയോഗിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അങ്ങനെ നമുക്കതൊരു അവസരമാക്കി എടുക്കുക. അങ്ങനെയാണല്ലോ ഒരുപക്ഷെ എല്ലാ സക്സസ്ഫുൾ ഓണ്ടർപ്രണേഴ്സിൻ്റെയും കഥകൾ അങ്ങനെ ഉണ്ടാവും. ഒരുപക്ഷെ ഈ സാഹചര്യങ്ങൾ മോശമായിരിക്കും, പക്ഷേ അതിനപ്പുറത്ത് ഉള്ള പ്രതീക്ഷയിലേക്ക് എങ്ങനെ പോകാം. എന്തായാലും വളരെ നന്ദി ശ്രീ അനൂപ്, ശ്രീ ജോൺ, ശ്രീ അശോക് മണി, ശ്രീ ഗിരീഷ് ഈ വിഷയത്തിൽ ചേർന്നതിന്. സാഹചര്യം വിവരിച്ചു, എന്താണ് മുന്നോട്ട് എന്ന പാതയെക്കുറിച്ചുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ആശങ്ക നിറഞ്ഞതുമാണ്. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള പോസിറ്റീവ് ചിന്തകൾ കൂടി ഈ ഘട്ടത്തിൽ പങ്കുവച്ചതിന് കാരണം നമുക്ക് അങ്ങനെ കൂട്ടായി മാത്രമേ ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകാനാകൂ. ഈ ഫോറം ഇവിടെ സമാപിക്കുന്നു. മറ്റൊരു മേഖല